നമസ്കാരം. ബീഹാർ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ NDA സർക്കാരിനെതിരെ മുൻ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായിരുന്ന RK സിംഗിന്റെ 62,000 കോടി രൂപയുടെ അഴിമതി ആരോപണം പുതിയൊരു രാഷ്ട്രീയ കൊടുങ്കാറ്റ് ഉയർത്തിയിരിക്കുകയാണ്. ഈ ആരോപണം BJPയുടെയും NDA സർക്കാരുകളുടെയും കോർപ്പറേറ്റ് പ്രീണന നയങ്ങളെ തുറന്നു കാട്ടുന്ന നിർണായക വിഷയമായി ഇപ്പോൾ ഇതാ മാറിയിരിക്കുന്നു. ആദ്യ 2 മോദി മന്ത്രിസഭകളിൽ ഊർജ്ജ മന്ത്രിയായിരുന്ന ഒരു നേതാവ് തന്നെ ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുന്നത് BJPയുടെ കോർപ്പറേറ്റ് അജണ്ടയുടെ വ്യക്തമായ തെളിവായി പ്രതിപക്ഷം ഉയർത്തി കാണിക്കുന്നുണ്ട്. RK സിംഗിന്റെ വിമർശനത്തിന്റെ കാതൽ അദാനി പവറിൽ നിന്ന് യൂണിറ്റിന് 6.075 രൂപ എന്ന നിരക്കിൽ 25 വർഷത്തേക്ക് വൈദ്യുതി വാങ്ങാൻ ബീഹാർ ഒപ്പിട്ട കരാറാണ്. ഈ നിരക്ക് വിപണിയിലെ സാധാരണ നിരക്കിനേക്കാൾ വളരെ കൂടുതലാണ്. യൂണിറ്റിന് 1.41 രൂപ അധികമായി നൽകുന്നത് വഴി സംസ്ഥാന ഖജനാവിന് കനത്ത നഷ്ടമുണ്ടാകുമെന്നും ഈ കരാർ സംസ്ഥാനത്തിന് ദോഷകരമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. സാധാരണ ജനങ്ങളുടെ നികുതി പണം കോർപ്പറേറ്റീവ് ഭീമന്റെ ലാഭത്തിനായി വകമാറ്റുന്നതിന് തുല്യമാണിത്. കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി ലഭ്യമാക്കാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നിട്ട് കൂടി ഉയർന്ന വിലയ്ക്ക് കരാർ ഒപ്പിട്ടത് സാധാരണ ജനങ്ങളുടെ താല്പര്യങ്ങൾ ബലി കഴിച്ചുകൊണ്ട് കോർപ്പറേറ്റുകളെ മാത്രം സഹായിക്കുന്ന BJP നയങ്ങളുടെ പ്രതിഫലനം തന്നെയാണ്. അദാനിക്ക് പവർ പ്ലാന്റ് സ്ഥാപിക്കാൻ 1020 ഏക്കർ ഭൂമി പ്രതിവർഷം വെറും 1 രൂപയ്ക്ക് ബീഹാർ സർക്കാർ പാട്ടത്തിന് നൽകിയെന്ന ആരോപണം കൂടി ഇതിനോട് ചേരുമ്പോൾ BJP സർക്കാരുകൾ കോർപ്പറേറ്റീവ് സുഹൃത്തുക്കൾക്കായി ചേർന്ന് നടത്തിയ അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ചിത്രമാണ് നമുക്ക് വ്യക്തമാകുന്നത്. തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഈ അഴിമതി ആരോപണം NDA സർക്കാരിന് കനത്ത തിരിച്ചടിയാണ് എന്ന് കൂടി പറയട്ടെ. BJP നേതൃത്വം നൽകുന്ന ഭരണകൂടങ്ങൾ കർഷകരെയും തൊഴിലാളികളെയും അവഗണിച്ചുകൊണ്ട് രാജ്യത്തെ പൊതുസമ്പത്ത് കോർപ്പറേറ്റ് സുഹൃത്തുക്കൾക്ക് തേരെഴുതുന്നു എന്ന പ്രതിപക്ഷത്തിന്റെ പ്രധാന വാദത്തിന് ഈ സംഭവം ബലം നൽകുന്നു. ഒരു വശത്ത് വികസനത്തെക്കുറിച്ചും ജനക്ഷേമത്തെക്കുറിച്ചും സംസാരിക്കുകയും മറുവശത്ത് രാജ്യത്തെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് ഗ്രൂപ്പിനായി 10,000 കോടി രൂപയുടെ കരാറുകൾ ഉറപ്പിക്കുകയും ചെയ്യുന്നത് BJPയുടെ ഇരട്ടത്താപ്പ് തന്നെയാണ്. ഒരു മുൻ കേന്ദ്രമന്ത്രി തന്നെ ആരോപണവുമായി രംഗത്ത് വന്നതോടെ പാർട്ടി അണികളിലും സാധാരണ വോട്ടർമാർക്കിടയിലും നിലവിലെ സർക്കാരിന്റെ സുതാര്യതയിൽ ഇതിനോടകം തന്നെ സംശയങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഭരണത്തിന് മുൻഗണന ജനങ്ങളാണോ അതോ കോർപ്പറേറ്റ് ശക്തികളാണോ എന്ന ചോദ്യം ബീഹാറിലെ വോട്ടർമാർക്കിടയിൽ സജീവ ചർച്ചയാവുകയും BJP നേതൃത്വം നൽകുന്ന NDA സർക്കാരുകൾക്ക് ഈ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും. ബീഹാർ വിഷയത്തിന് പുറമെ കേന്ദ്രത്തിൽ BJP നേതൃത്വം നൽകുന്ന NDA സർക്കാരുകൾ അദാനി ഗ്രൂപ്പിന് അനുകൂലമായി നിരവധി നയപരമായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെന്നും കോർപ്പറേറ്റ് പ്രീണനം നടത്തിയിട്ടുണ്ടെന്നും ശക്തമായ ആരോപണങ്ങൾ നിലവിൽ ഇപ്പോഴുമുണ്ട്. ഈ ആരോപണങ്ങൾ BJP അദാനി ബന്ധം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, മറിച്ച് ഒരു സ്ഥാപിത രീതിയുടെ ഭാഗമാണെന്ന് വാദിക്കുന്നവരാണ് പ്രതിപക്ഷം. പ്രധാനമായും ഉയർന്നു വരുന്ന ആരോപണങ്ങളാണ് ഇനി ഞാൻ പറയുന്നത്. ഒന്നാമത്തത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ചുള്ള സഹായമാണ്. അമേരിക്കൻ ഷോർട്ട് സെല്ലർ ആയിട്ടുള്ള ഹിൻഡൻബർഗ് റിപ്പോർട്ടിനെ തുടർന്ന് അദാനി ഗ്രൂപ്പ് കടുത്ത പ്രതിസന്ധി നേരിട്ടപ്പോൾ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷനിൽ അതായത് LICയിൽ നിന്നും കോടിക്കണക്കിന് രൂപ അദാനി ഗ്രൂപ്പിലേക്ക് നിക്ഷേപം നടത്തിയതായിട്ട് ആരോപണം ഉയർന്നു. ജനങ്ങളുടെ പണം ഉപയോഗിച്ച് കോർപ്പറേറ്റ് സുഹൃത്തിനെ ലക്ഷിക്കാൻ ധനമന്ത്രാലയവും നീതി ആയോഗവും ചേർന്ന് പദ്ധതി തയ്യാറാക്കിയെന്നും ഏകദേശം 34,000 കോടി രൂപ വരെ ഇങ്ങനെ കൈമാറാൻ ശ്രമിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ട്. പൊതുസമ്പത്ത് കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതിന്റെ തെളിവായിട്ടാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അടുത്തത് ചട്ടങ്ങളിലും നിയമങ്ങളിലും നടത്തിയ ഭേദഗതിയാണ്. അദാനി ഗ്രൂപ്പിന്റെ സിമന്റ് ഗ്രൈൻഡിംഗ് യൂണിറ്റുകൾ പോലുള്ള പദ്ധതികൾക്ക് എളുപ്പത്തിൽ അനുമതി ലഭിക്കുന്നതിനായി പാരിസ്ഥിതിക അനുമതി സംബന്ധിച്ച നിയമങ്ങളിൽ കേന്ദ്ര സർക്കാർ ഭേദഗതി വരുത്തിയിട്ടുണ്ടെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. സ്വന്തമായി പ്ലാന്റ് ഇല്ലാത്ത സിമന്റ് യൂണിറ്റിന് മുൻകൂർ പാരിസ്ഥിതിക അനുമതി ആവശ്യമില്ലെന്ന് വരുത്തി തീർത്തത് അദാനിക്ക് വേണ്ടിയാണ് എന്നതാണ് പ്രധാനമായും ഉയർന്നു വന്ന വിമർശനം. വിദേശ രാജ്യങ്ങളിലെ ഇടപെടലുകളാണ് മറ്റൊരു കാര്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന കാലം മുതൽ തന്നെ അദാനിയെ വിദേശ രാജ്യങ്ങളിലെ നേതാക്കൾക്ക് പരിചയപ്പെടുത്തുകയും അതുപോലെ തന്നെ കമ്പനിക്ക് അനുകൂലമായ അന്താരാഷ്ട്ര കരാറുകൾ ലഭിക്കാൻ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന ആരോപണവും ഉയർന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇത് വർഷങ്ങൾക്ക് മുൻപുള്ള കഥയാണ്. കെനിയയിലെ പ്രധാന വിമാനത്താവളത്തിന്റെ നടത്തിപ്പ് അവകാശം അദാനിക്ക് നൽകുന്നതിനെതിരെ പ്രതിഷേധം നടന്നപ്പോൾ അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന മോദിയാണ് അദാനിയെ തനിക്ക് പരിചയപ്പെടുത്തിയതെന്ന് കെനിയയുടെ മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള റെയ്ല ഒഡിംഗ വെളിപ്പെടുത്തിയത്
ഈ വിഷയത്തിൽ പ്രധാനമായിട്ട് പറയേണ്ടതാണ്. അടുത്തത് തുറമുഖ വികസനവും വിമാനത്താവള കൈമാറ്റവുമാണ്. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിലെ കാലതാമസത്തെ തുടർന്ന് അദാനി കമ്പനിയിൽ നിന്ന് 911 കോടി നഷ്ടപരിഹാരം വാങ്ങാനുള്ള ആവശ്യം കേരള സർക്കാർ പിൻവലിച്ചതിന് പിന്നിലും കേന്ദ്രത്തിന്റെ ഇടപെടൽ ഉണ്ടായി എന്ന വിമർശനവും ഉയർന്നു വന്നിരുന്നു. കൂടാതെ രാജ്യത്തെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളുടെ നടത്തിപ്പ് അദാനി ഗ്രൂപ്പിന് കൈമാറിയതും കോർപ്പറേറ്റ് പ്രീണനത്തിന്റെ ഉദാഹരണമായിട്ട് നമുക്ക് ഉയർത്തി കാണിക്കാവുന്നതാണ്. ഈ സംഭവങ്ങളെല്ലാം ബീഹാർ വിഷയത്തിലെ ആരോപണങ്ങൾക്ക് കൂടുതൽ വിശ്വാസ്യത നൽകുകയും BJP സർക്കാരുകൾ ചങ്ങാത്ത മുതലാളിത്തത്തിന്, അതായത് ക്രോണി ക്യാപിറ്റലിസത്തിന് മാത്രമാണ് മുൻഗണന നൽകുന്നത് എന്ന പ്രതിപക്ഷത്തിന്റെ വാദത്തിന് അടിവരയിടുകയുമാണ് ചെയ്യുന്നത്. ഇനി പറയൂ, മോദി ആരുടെ സുഹൃത്താണ്? അദാനിയുടേതാണോ അല്ലെങ്കിൽ സാധാരണക്കാരന്റെയോ?